HHS ഇൻഫ്രാമാർട്ടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. കസ്റ്റമർ അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ആ സീരീസ് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ഒരു ആദ്യത്തെ എപ്പിസോഡ് നമ്മൾ മുൻപ് ചെയ്തിട്ടുമുണ്ട്. ഇലക്ട്രിക്കൽ പ്രോഡക്റ്റുകൾ വാങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നും നമ്മളൊരു അവയർനെസ് വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ അടുത്ത സമയത്ത് ഒരു വാർത്ത എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് പൊട്ടിയിട്ടുണ്ടായ ഒരു അപകടം. നമ്മൾ വീട് വെക്കുമ്പോൾ ബാത്റൂമിൽ ആദ്യകാലത്ത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നോർമൽ ക്ലോസറ്റ് ആയിരുന്നു. അതായത് ഒറീസ പാൻ ഫ്രീ സ്കോട്ട് പൊസിഷനിൽ യൂസ് ചെയ്യുന്ന, അതായത് കാല് കുത്തി ഇരുന്ന് യൂസ് ചെയ്യുന്ന ക്ലോസറ്റുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പിൽക്കാലത്ത് യൂറോപ്യൻ ക്ലോസറ്റുകൾ നമ്മുടെ നാട്ടിലേക്ക് വന്നു. യൂറോപ്യൻ ക്ലോസറ്റ് നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചിരുന്നത് പ്രായമായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അവർക്ക് ഒറീസ പാൻ യൂസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ പലരുടെയും വീടുകളിൽ ആദ്യമായിട്ട് യൂറോപ്യൻ ക്ലോസറ്റുകൾ യൂസ് ചെയ്ത് തുടങ്ങിയത്. പിന്നീട് അതൊരു ട്രെൻഡായി മാറുകയും യൂറോപ്യൻ ക്ലോസറ്റുകൾ എല്ലാവരും യൂസ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. തുടക്കകാലത്ത് ഫ്ലഷ് ടാങ്ക് സെപ്പറേറ്റും ക്ലോസറ്റ് സെപ്പറേറ്റും വരുന്ന 2 യൂണിറ്റുകൾ സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ക്ലോസറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. പിൽക്കാലത്ത് അത് 1 പീസ് ഒന്നും സിംഗിൾ പീസ് ഒന്നും വിളിക്കുന്ന തരത്തിലുള്ള ഒരു ഒറ്റ യൂണിറ്റ് ആയിട്ട് വരുന്ന ക്ലോസറ്റുകൾ വന്നു. അതിനോടൊപ്പം തന്നെ വാൾ ഹാങ്ങിങ് ക്ലോസറ്റുകളും വന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളും വാങ്ങി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് ആണ്. കാരണം അതിന്റെ എസ്തെറ്റിക് ലുക്കും പിന്നെ ക്ലീൻ ചെയ്യാനുള്ള സൗകര്യവും ഹൈജീൻ ആയിട്ടുള്ള ക്ലോസറ്റും അതൊക്കെ കൊണ്ടാണ്. എന്നാൽ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ പലർക്കും കൺഫ്യൂഷനും ടെൻഷനും ഉണ്ടാകുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ വിഷയത്തെ കുറിച്ചിട്ടാണ്. നമ്മൾ ഇന്നുള്ളത് HHS ഇൻഫ്രാമാർട്ട് കൊല്ലം ബ്രാഞ്ചിലാണ്. നമ്മളോടൊപ്പം HHS കൊല്ലം ബ്രാഞ്ചിന്റെ മാർക്കറ്റിംഗ് മാനേജർ ആയിട്ടുള്ള ബൈദ്യനുണ്ട്. ഹായ്. ഹായ്. ഈ ഒരു വാർത്ത കണ്ടതിന് ശേഷം നമ്മുടെ കസ്റ്റമറിൽ പലരും ഇങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻസ് ചോദിക്കുന്നുണ്ട്. ശരിക്കും എന്തായിരിക്കും ഇതിൻ്റെയൊക്കെയുള്ള കാരണം? വാൾ ഹാങ് ക്ലോസറ്റിന്റെ കാര്യമാണല്ലോ ചോദിച്ചത്. അതെ. അതിനകത്ത് ഉണ്ടാകുന്ന അപകടങ്ങളും അപകട സാധ്യതകളൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ ഇതിനകത്ത് ഇരിക്കേണ്ട പൊസിഷൻ മുതൽ നമുക്ക് തുടങ്ങാം. ഇരിക്കേണ്ട പൊസിഷൻ എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, ഒരു ചെയറിലിരിക്കുന്ന പൊസിഷനിലായിരിക്കണം. എന്നാലും ഇത് ഒരുപാട് പേര് മറ്റു രീതിയിലും ഇതിന് യൂസ് ചെയ്യും. ഒറീസ ഇരിക്കുന്ന പോലെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതും ഇതിനകത്തൊരു ഫാക്ടറാണ്. പിന്നെ പ്ലസ് ഇതിനകത്ത് വരുമ്പം ഇതിൻ്റെ ഒരു ക്വാളിറ്റിയിലോട്ട് വരുമ്പോൾ ക്വാളിറ്റി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കടന്നിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ്, ഫൈനൽ പ്രോഡക്റ്റ് പല ബ്രാൻഡുകളും നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. ഈ കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് പലരും റേറ്റ് റെഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ നോംസോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ ഈ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് വരും. ഇനി എന്ത് തന്നെയാണേലും കസ്റ്റമറിൻ്റെ പൈസയാണ്, അവരാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ക്രാക്കുകൾ, ഇത് ക്വാളിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് വരുന്നതെങ്കിലും ഹെയർ ലൈൻ ക്രാക്കും മറ്റുമൊക്കെ ഇതിനകത്ത് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പം ഇത് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കസ്റ്റമർ തന്നെ ഇത് മൈന്യൂട്ടായിട്ടുള്ള ക്രാക്കാണെങ്കിലും എന്താണെങ്കിലും ശ്രദ്ധിക്കുക. ഇത് അതാത് ബ്രാൻഡ്, ഏത് ബ്രാൻഡുമായിട്ടാണ് മേടിച്ചത് ആ ബ്രാൻഡിനെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനി അത് റീപ്ലേസ്മെന്റ് ചെയ്ത് കൊടുക്കും. ഒരു ഡീലർക്ക് അത് കൃത്യമായിട്ടും ചെക്ക് ചെയ്തിട്ട് അത് തിരിച്ചയച്ചാൽ ഈ പ്രശ്നങ്ങൾ വരത്തില്ലല്ലോ. അതെ, ഡീലറിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ മെറ്റീരിയൽ കമ്പനിയിൽ നിന്ന് നമ്മളെ ഭാഗത്തു നിന്ന് വന്ന് എൻഡ് കസ്റ്റമറിൻ്റെ സൈഡിൽ പോകുന്നത് വരെ നടക്കുന്നൊരു പ്രോസസ്സുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ബില്ലടിച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്ന സമയത്ത് ഗോഡൗണിൽ നിന്ന് ചെക്ക് ചെയ്തിട്ടായിരിക്കും ഈ സാധനം കയറുന്നത്. അതിനുശേഷം ട്രാൻസ്പോർട്ടേഷനിനകത്ത് നമ്മൾ കസ്റ്റമർ സൈറ്റിലേക്ക് ഇതിനെ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് ഇറക്കുന്നത്. അപ്പോൾ അവിടം വരെയും നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനപ്പുറത്തേക്കുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് സൈറ്റിൽ ചെന്നിരിക്കുന്ന സാധനം എത്ര നാൾ കഴിഞ്ഞിട്ടാണ് കസ്റ്റമർ എടുത്ത് റീഫിക്സ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അത് കണക്ക് ചെയ്യുന്ന വർക്കേഴ്സിൻ്റെ പ്രോബ്ലം കൊണ്ടോ മറ്റോ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അതിനകത്തും ക്രാക്കും ഉണ്ടാവാം. ഈ ക്രാക്ക് എന്ന് പറയുന്ന സാധനം ഒരു ചെറിയ എയർലൈൻ ക്രാക്ക് ആയിട്ടായിരിക്കും തുടങ്ങുന്നത്. നിന്ന് നോക്കിയാലേ കാണും. ഇതും പെട്ടെന്ന് ഉണ്ടാകുന്നതായിരിക്കത്തില്ല. ചെറിയ ക്രാക്ക് വന്ന് ഡെവലപ്പ് ചെയ്തായിരിക്കും വരുന്നത്. ഈ പറഞ്ഞ കണക്ക് തന്നെ ഡെയിലി ഉള്ള ക്ലീനിങ്ങിനകത്തെല്ലാം നമ്മളിതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്, മനസ്സിൽ വെച്ചിരിക്കുക. ഇത്തരത്തിലൊക്കെ സാനിറ്ററി ആണ് ഐറ്റം, ക്ലേ കൊണ്ട് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഉണ്ടാകുന്ന മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിന് 10 year വാറണ്ടി കമ്പനിയുടെ സൈഡിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാനുഫാക്ചർ ഡിഫക്റ്റ് എന്ത് തന്നെയാണെങ്കിലും റീപ്ലേസ്മെന്റ് ബ്രാൻഡഡ് പ്രോഡക്റ്റ് അതെ സാധിക്കുന്നത്. അതെ, അതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു പോയിന്റ്. നമ്മളൊരു കമ്പനി ആയിട്ട് മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുരക്ഷിതത്വം, അതാണ് മെയിനായിട്ട് നമ്മൾ പറയുന്നത്. ഞാൻ ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയാണ്. പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒരുപാട് ഇമിറ്റേഷൻസും അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റുകളും വരുന്നുണ്ട്. നമുക്കറിയാം, വീടിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് ഇതുപോലുള്ള സാനിറ്ററി പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പലരും ചെയ്യുന്നതാണ് വില കുറഞ്ഞ സാനിറ്ററി പ്രോഡക്റ്റുകൾ നോക്കുക എന്നുള്ളത്. വില കുറയുന്നുള്ളത് പല കാരണങ്ങളുണ്ടാവും. ഒന്ന്, അപ്പോൾ HHS ആണെങ്കിൽ തന്നെ നമ്മൾ പല പ്രോഡക്റ്റുകളും ഓഫർ ചെയ്യാറുണ്ട്. ഈ ഓഫർ ചെയ്യുന്ന സാധനങ്ങളൊന്നും മോശം ക്വാളിറ്റി അല്ല, നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകളാണ് നമ്മൾ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാറുണ്ട്.
എന്നാൽ മറ്റ് പലയിടത്തും എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ പ്രോഡക്റ്റുകൾ തന്നെയായിരിക്കും. പലപ്പോഴും നമ്മൾ കേരളം വിട്ട് പുറത്തേക്ക് ഒക്കെ പോയിട്ട് 500 രൂപയ്ക്കും 1000 രൂപയ്ക്കും അല്ലെങ്കിൽ 2500 രൂപയ്ക്ക് വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് ഒക്കെ വാങ്ങിച്ച് വരാറുണ്ട്. ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി വലിയൊരു വിഷയമാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഈ ബ്രാൻഡഡ് കമ്പനികൾക്ക് മാത്രമേ ഇത് സാധ്യമാവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ ഒരു പ്രോഡക്റ്റിൻ്റെ പുറത്ത് ആ ഒരു പ്രൈസിങ് കൊടുക്കേണ്ടി വരുന്നത്. നമുക്കറിയാം ഈ ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആണെങ്കിലും നോൺ ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആണെങ്കിലും ഏതെങ്കിലും തരത്തിൽ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു മൈന്യൂട്ട് ആയിരിക്കും, ചെറിയൊരു ഹെയർ ലൈൻ ക്രാക്ക് ആയിരിക്കും. നമ്മളിപ്പോൾ ശ്രദ്ധിക്കണമെന്നില്ല. നല്ലൊരു ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ട നടപടിക്രമങ്ങൾ എടുക്കാൻ പറ്റും. കസ്റ്റമർക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അത് നമുക്ക് റീപ്ലേസ്മെന്റ് ഒരു പ്രോഡക്റ്റ് മിക്ക കമ്പനികളും ഇപ്പം ഒരു 10 year വാറണ്ടി പറഞ്ഞിട്ടാണ് സാനിറ്ററി കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്തും ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 10 year വാറണ്ടി എന്ന് കേൾക്കുമ്പോൾ ഒരു പ്രോഡക്റ്റിന്റെ ഫുൾ 10 year വാറണ്ടി ആണ്. അതിനകത്ത് സീ കവർ ഉണ്ട്. സീ കവർ വന്നിട്ട് ഒരു 2 വർഷം 3 വർഷമാണ് പല ബ്രാൻഡുകളും വാറണ്ടി കൊടുക്കുന്നത്. 3 വർഷം വരെയൊക്കെയാണ്. അതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് സീറ്റ് കവറിന്റെ കാര്യം ഒന്ന് ഞാൻ പറഞ്ഞു പോയതിൻ്റെ ഒപ്പം സീറ്റ് കവർ ഒരു ഹൈജീനിക് പാർട്ടാണ് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വാറണ്ടി പീരീഡ് കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല, ഇത് 2-3 വർഷം കൂടുമ്പോൾ നമ്മൾ സീറ്റ് കവർ മാറുക എന്നുള്ളത്. അതെ, ചേഞ്ച് ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് ഇരിക്കുന്ന പാർട്ടാണ്. അതൊരു ഡൗട്ട്, ഇപ്പോൾ ഓരോ ക്ലോസറ്റിനും വെയിറ്റ് കപ്പാസിറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും. സിംഗിൾ പീസ് ക്ലോസറ്റുകളാണെങ്കിലും വാൾ ഹാങ് ക്ലോസറ്റുകളാണെങ്കിലും ഒരു വെയിറ്റ് ലോഡിംഗ് കപ്പാസിറ്റി എല്ലാ കമ്പനികളും പറയുന്നുണ്ട്. അതായത് 300 kg മുതൽ അപ് ടു 400 kg വരെയൊക്കെയാണ് വാൾ ഹാങ് ക്ലോസറ്റുകൾ പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഹ്യൂമൻ ബീയിങ് അത്രയും ബോഡി വെയിറ്റ് ഉണ്ടാവുന്നില്ല. അതെ, അപ്പോൾ സിംഗിൾ പീസ് ആണെങ്കിലും വാൾ ഹാങ്ങിനോളം വരുന്നില്ലെങ്കിലും അതിന് ഒരു വെയിറ്റ് കപ്പാസിറ്റി ഉണ്ട്, നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ മേളിൽ കയറി നിന്നിട്ടുള്ള കുട്ടികളുടെ ഉപയോഗവും മറ്റുമൊക്കെ ഇതിനൊരു കാരണമാണ്. അതെ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഒറീസ പാനൽ യൂസ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു യൂറോപ്യൻ ക്ലോസറ്റിൽ, അതായത് സിംഗിൾ പീസ് ആണെങ്കിലും അതല്ലെങ്കിൽ വാൾ ഹാങ്ങിങ് ആണെങ്കിലും ഇരിക്കേണ്ട പൊസിഷനെ കുറിച്ചിട്ട്, അതായത് കാല് ഫ്ലോറിൽ വെച്ചിട്ട് ഒരു ചെയറിൽ ഇരിക്കേണ്ട രീതിയിൽ വേണം ഇരിക്കാൻ. അതല്ല നമ്മൾ ഫ്രീ സ്കോട്ട് രൂപത്തിൽ ഒറീസ പാനൽ ഇരിക്കുന്ന പോലെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയെ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വെയിറ്റിൽ വരുന്ന വ്യത്യാസമാണ്. ക്ലോസറ്റിന് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് കൂടുതൽ ലോഡ് പോകുന്ന ഒരു സാഹചര്യം വരും. എന്നാൽ നമ്മൾ ചെയറിലിരിക്കുന്ന പോലെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എത്ര അനങ്ങിയെന്ന് പറഞ്ഞാലും നമ്മുടെ ബോഡിയെ ബാലൻസ് ചെയ്യാൻ നമ്മുടെ കാല് സഹായിക്കുന്നുണ്ട്. ആ ഒരു ബാലൻസിങ് ഈക്വൽ ആയിരിക്കും. ഈ ഒരു വിഷയത്തിൽ നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു 4 പോയിന്റ്. 1, ക്വാളിറ്റിയും സർവീസും ആശ്രയിക്കുന്ന ഒരു ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാം. 2, നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒരു പീരിയഡിക് ആയിട്ടുള്ള ടൈമുകളിൽ ഇതിനെ ഒന്ന് ചെക്ക് ചെയ്യുക. ഏതെങ്കിലും തരത്തിലുള്ള ക്രാക്കുകളോ മറ്റോ വരുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം വാറണ്ടികളാണ്. ബ്രാൻഡുകൾക്കനുസരിച്ച് 10 വർഷം വരെയും വാറണ്ടികൾ ലഭിക്കുന്ന പ്രോഡക്റ്റുകളാണ്. 4മത്തതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ ക്ലോസറ്റുകൾ ഉപയോഗിക്കേണ്ട രീതി. യൂറോപ്യൻ വാട്ടർ ക്ലോസറ്റുകൾ പ്രത്യേകിച്ച് സിംഗിൾ പീസോ അല്ലെങ്കിൽ വാൾ ഹാങ്ങിങ്ങോ ആണെങ്കിൽ സീറ്റിംഗ് പൊസിഷൻ നമ്മൾ ചെയറിൽ ഇരിക്കേണ്ട പോലെ കറക്റ്റായിട്ട് ഇരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇത്രയും ഡീറ്റെയിൽ നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്ന ബൈജു, താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും